അന്ന് കാട്ടമ്മയുടെ സന്നിധിയിൽ കാലചക്രം എത്തിക്കാനായി സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ തുനിഞ്ഞവളാണ് നീ. നീയാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് അനുസരിക്ക്. നീ മാറിപ്പോയി ഗംഗേ. എനിക്ക് ഒരിക്കലും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും ബാക്കിയുള്ള കാലചക്രങ്ങൾ കാട്ടമ്മയുടെ സന്നിധിയിൽ എത്തിക്കണമെന്ന് തന്നെ ഞാൻ ചിന്തിക്കുന്നേ. നന്ദിനി, ഈ ഒരു കാര്യത്തിൽ മാത്രം നിന്നെ അനുസരിക്കാൻ എനിക്കാവില്ല. ഈ പ്രദക്ഷിണം തീർച്ചയായും പൂർത്തീകരിക്കും ഞാൻ. എന്റെ ക്ഷമ പരീക്ഷിക്കരുത് ഗംഗേ. എന്നെ തൊഴുത് പൂജിച്ച് നീ തന്നെ എന്റെ ശക്തി ക്ഷയിച്ചു പോകാൻ കാരണമാകരുത്. നിന്നോട് അപേക്ഷിക്കാണ് ഞാൻ. ശയന പ്രദക്ഷിണം നീ ചെയ്യരുത്. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് ശക്തി ഉണ്ടെങ്കിലേ എന്റെ കടമ നിർവഹിക്കാൻ കഴിയൂ. എനിക്കെതിരെ നീ പ്രവർത്തിക്കരുത് ഗംഗേ. ഇനിയും നീ ഇത് ചെയ്യാൻ മുതലരുത്. നിർത്തുന്നതാണ് നിനക്ക് നല്ലത്. നിർത്തില്ല ഞാൻ. എന്റെ രക്തം കൊണ്ട് ആ പുറ്റിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്നവളാണ് ഞാൻ. അതുപോലെ ഇപ്പൊ എന്റെ വീർപ്പുകൊണ്ട് നിന്റെ ശക്തി ക്ഷയിപ്പിക്കാതെ അടങ്ങില്ല ഞാൻ. നിന്നോട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ പിടിവാശി കാണിക്കാണ്. ക്ഷമിക്കുന്നതിനും ഒരു അളവുണ്ട്. ഇനിയും എതിർത്താൽ എന്റെ സ്വയരൂപം കാണും നീ. ഇത് ചെയ്യരുത്. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പിൻവാങ്ങില്ല. പറ്റുമെങ്കിൽ നീ തടയാൻ ശ്രമിക്കേ. പോകുന്നതാ നിനക്ക് നല്ലത്. ശയന പ്രദക്ഷിണം ചെയ്യരുത്. ഞാൻ പോവില്ല ഇവിടുന്ന്. വേണ്ട, വാശി കാണിക്കരുത്. എന്നെ അനുസരിപ്പിക്കാൻ നോക്കണ്ട. എന്റെ സ്വയരൂപം കാണണോ നിനക്ക്? പോകുന്നുണ്ട് ഇവിടുന്ന്. ഗംഗേ, 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 ഞാൻ പറഞ്ഞത് അനുസരിക്കാത്തോണ്ടല്ലേ നിന്നോട് ഇത്ര ക്രൂരമായി എനിക്ക് പെരുമാറേണ്ടി വന്നത്. എന്നെ കൊണ്ടിപ്പോ ഇത് ചെയ്യിച്ചല്ലോ ഗംഗേ. നിന്റെ വിഷം എന്റെ ഉള്ളിൽ പടരുന്നതിന് മുൻപ് ശയന പ്രദക്ഷിണം നടത്തി അവസാനിപ്പിക്കും ഞാൻ. ഗംഗേ, 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 എന്താ ഗംഗ പറ്റി? അയ്യോ ഗംഗേ, ഗംഗേ എന്താ പറ്റിയെന്ന്? നീ എന്താ പറ്റിയെന്ന് പറ ഗംഗേ. ഗംഗേ, ഗംഗേ, എന്നെ തടയാൻ ശ്രമിച്ച് എന്നെ കൊത്തിയായിരുന്നേട്ടാ. അയ്യോ ദൈവമേ. ഗംഗേ, ഗംഗേ, അയ്യോ ഞാൻ എന്താ കാണുന്നത്? ഗംഗേ, ഗംഗേ, ഞാനിപ്പോ എന്താ ചെയ്യാ? അയ്യോ കണ്ണൂർക്ക്. ഗംഗേ, അയ്യോ ഗംഗേ, ഗംഗേ, ഡോക്ടർ ചേട്ടാ ഒന്നിങ്ങോട്ട് വരണേ. ചേട്ടാ ഒന്നിങ്ങോട്ട് വാ പ്ലീസ്. എടാ വന്നടാ.
സാർ എന്താ പറ്റിയ? വേഗം ഗംഗേ ഗംഗേ മാറ് മാറാൻ ഒന്ന് മാറിയേട്ടാ ഗംഗേ ഡോക്ടർ എന്തായി ഡോക്ടർ? പാമ്പ് വിഷത്തിന്റെ വീര്യം അധികമായതുകൊണ്ട് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണല്ലോ അവര്. അയ്യോ എന്താ ഡോക്ടർ എങ്ങനെയൊക്കെ പറയുന്നത്? ആപത്തൊന്നുമില്ലല്ലോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ? ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ട്രീറ്റ്മെന്റ് എല്ലാം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴൊന്നും പറയാൻ പറ്റുന്ന അവസ്ഥയിലായിട്ടില്ല. അവരുടെ ഈ കണ്ടീഷനിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്യുന്നുണ്ട്. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഇപ്പൊ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊന്നും എനിക്കറിയണ്ട. ഗംഗ പഴയതുപോലെ സംസാരിച്ചിരിക്കണം. അവളുടെ സംസാരശേഷി വീണ്ടും എടുക്കണം. അവളുടെ സംസാരശേഷി തിരിച്ചു കിട്ടും. അവള് വീണ്ടും സംസാരിക്കണമെങ്കിൽ അത് നിന്റെ അച്ഛന് പോലും കൊടുക്കില്ല എന്ന് നീ പറഞ്ഞു വാശി പിടിക്കുന്ന കാലചക്രത്തിനാൽ മാത്രമേ സാധ്യമാകൂ. കാലചക്രം കൊണ്ട് മാത്രമേ ഗംഗ രക്ഷിക്കാൻ കഴിയൂ. അച്ഛനെ ഫോൺ ചെയ്ത് കാലചക്രം കൊണ്ടുവരാൻ പറയാം. സിസ്റ്റർ ഞാനൊന്ന് ഫോൺ ചെയ്തോട്ടെ? ചെയ്തോളൂ. ഹലോ അച്ഛാ ഞാൻ അരുണ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് ചിലപ്പോൾ കൺഫ്യൂസിംഗ് ആയിരിക്കാം. അതൊന്ന് സമാധാനമായിട്ട് കേൾക്കണം. അച്ഛാ ഗംഗ ഇപ്പൊ പഴയതുപോലെയല്ല. അവളിപ്പം ഗർഭിണിയാണ് അച്ഛാ. അവളുടെ വയറ്റിൽ നമ്മുടെ കുടുംബത്തിന്റെ അവകാശമാണ് വളരുന്നത്. ഗംഗയെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാവൂ അച്ഛാ. കാലചക്രം കൊണ്ട് മാത്രമേ ഇത് സാധ്യമാവൂ. അച്ഛനോട് ഞാൻ കാലചക്രം എടുത്തോണ്ടെങ്കിൽ വാ. എന്താ നന്ദിനി, അന്ന് നീ എന്റെ മകനെ കടിച്ച് ആ കാലചക്രം എന്റെ ഇന്ന് വാങ്ങാൻ ശ്രമിച്ചു. ഇപ്പൊ ഗംഗയെ ഉപയോഗിച്ച് അരുണിന്റെ ശബ്ദത്തിൽ സംസാരിച്ച് അത് വീണ്ടും നീ എന്റെ ഇന്ന് അപഹരിക്കാൻ ശ്രമിക്കുകയാണല്ലേ? അയ്യോ അല്ല അച്ഛാ, ഞാൻ അരുൺ തന്നെ സംസാരിക്കുന്നത്. ഞാനിവിടെ മെട്രോ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. അച്ഛൻ എത്രയും പെട്ടെന്ന് ഇവിടെ ഹോസ്പിറ്റലിലേക്ക് വന്നു നോക്ക്. ഞാൻ പറയുന്നതൊക്കെ സത്യമാണെന്ന് മനസ്സിലാവും. എടീ, നീ എന്തു പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല. നീ എന്റെ ശബ്ദത്തിൽ പണ്ട് കുമാറിനോട് സംസാരിച്ചിട്ടാണ് അവനെ കൊന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഗംഗയെ കടത്തിക്കൊണ്ടു പോയിട്ട് ഇവിടെ വന്ന് ഗംഗയായിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നെന്ന് മണികണ്ഠൻ എന്നോട് പറഞ്ഞു നന്ദിനി. നീ ഇനിയും അങ്ങനെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഫോൺ വെക്ക്. അച്ഛാ എന്നെ ഇങ്ങനെ സംശയിക്കില്ല അച്ഛാ. ഞാൻ പറയുന്നതൊക്കെ സത്യം. ഞാൻ അരുണാ സംസാരിക്കുന്നത്. എന്റെ മകൻ അരുൺ എന്റെ മുൻപിൽ തന്നെ ഇരിപ്പുണ്ട് നന്ദിനി.
കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട, ഞാനിതൊന്നും വിശ്വസിക്കില്ല. അച്ഛാ ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഞാനാണ് അരുൺ. അവിടെ കഴിയുന്നത് ഭൈരവിയാണ് അച്ഛാ. ഞാൻ കള്ളം പറയുന്നതല്ല അച്ഛാ. ദൈവത്തെ ഓർത്ത് എന്നെ വിശ്വസിക്കുക. അച്ഛാ ആ കാലചക്രം എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുപോവാ. അച്ഛാ ഗംഗ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന ഡോക്ടേഴ്സ് പറയുന്നത്. കാലചക്രം കൊണ്ട് മാത്രമേ അവളെ രക്ഷിക്കാൻ കഴിയൂ. ആലോചിച്ച് കളയുന്ന ഓരോ നിമിഷവും ഗംഗയുടെ ജീവൻ ആപത്തുണ്ടാക്കും അച്ഛാ. അച്ഛന്റെ എല്ലാ സംശയങ്ങളും നേരിട്ട് കാണുമ്പോൾ ഞാൻ തീർക്കാം. ഉടനെ ആ കാലചക്രം എടുത്തോണ്ട് വാ അച്ഛാ. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല. കാലചക്രം കൈക്കലാക്കാൻ വേണ്ടിയല്ലേ നീ ഈ നാടകം കളിക്കുന്നേ? എനിക്കിനി നിന്നോട് സംസാരിച്ച് കളയാൻ സമയമില്ല. ഫോൺ വെക്ക. അച്ഛാ അച്ഛാ ഹലോ. ശ്ശെ. ഇതെന്താ രാജശേഖരൻ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇനി ഇയാൾക്ക് വല്ല സംശയം തോന്നിക്കാണും. മാധവി, ആ എനിക്കിപ്പോ ഒരു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. അരുണിന്റെ ശബ്ദത്തില് നന്ദിനിയാ സംസാരിച്ചത്. നമ്മുടെ കൊട്ടാരത്തിൽ കഴിയുന്നത് അരുണല്ല, ഭൈരവിയാണെന്നാ പറയുന്നേ. ഗംഗയെ ആ നന്ദിനി കടിച്ചെന്നൊരു കള്ളക്കഥയുണ്ടാക്കി ഉടനെ തന്നെ കാലചക്രം എടുത്തോണ്ട് എന്നാലേ ഗംഗയെ രക്ഷിക്കാൻ പറ്റുള്ളൂന്ന് അവള് പറഞ്ഞേ. കാലചക്രം തട്ടിയെടുക്കാൻ ആ നന്ദിനി അടുത്ത അഭ്യാസമായിട്ട് ഇറങ്ങിയിരിക്കുക. ഇവിടെ കഴിയുന്ന അരുൺ ഭൈരവിയാണെന്ന് പറഞ്ഞ് അവളെന്നെ വിശ്വസിപ്പിക്കാൻ നോക്കുക. ഇപ്പൊ അവളിങ്ങനെ കുതന്ത്രങ്ങൾ കാട്ടിത്തുടങ്ങിയ സ്ഥിതിക്ക് ഇനി അവൾ എന്ത് ചെയ്യാനും മടി കാണിച്ചില്ലെന്ന് വന്നേക്കാം. ഇനി മുതൽ അവളുടെ ഈ വിഷയത്തിൽ ഒരുപാട് ശ്രദ്ധിച്ചേ മതിയാവൂ. മാധവി, ഭാഗ്യത്തിന് അവൾ അരുണിന്റെ ശബ്ദത്തിൽ സംസാരിച്ച നേരത്ത് അരുൺ എന്റെ അടുത്ത് തന്നെയാ നിന്നിരുന്നേ. അല്ലായിരുന്നെങ്കിൽ കുമാറിന് പണ്ട് അബദ്ധം പറ്റിയ പോലെ ഞാനും പെട്ടെന്നെ. മാധവി, അത്ര കൃത്യമായിട്ടാ നന്ദിനി അരുണിനെ പോലെ എന്നോട് സംസാരിച്ചത്. ഫോണിൽ സംസാരിച്ചത് ഒരുപക്ഷെ ഇനി അരുൺ തന്നെ ആണെങ്കിലോ രാജശേഖര? എന്താ മാധവി നീ പറയുന്നേ? അതിപ്പോ എങ്ങനെയാ ഭൈരവിക്ക് അരുണിന്റെ രൂപത്തിൽ ഇവിടെ കഴിയാൻ പറ്റുന്നേ? എന്തുകൊണ്ട് പറ്റില്ല? ഭൈരവി ഇതിനു മുൻപും ഗംഗയുടെ രൂപത്തിൽ ഇവിടെ കഴിഞ്ഞിട്ടുള്ളവളാ. അവൾ ആഗ്രഹിച്ചാൽ രൂപമാറ്റ വിദ്യ ഉപയോഗിച്ച് ആരുടെ രൂപത്തിലേക്ക് മാറാൻ സാധിക്കുന്നതാ. അവളുടെ കയ്യിലല്ലേ ഇപ്പൊ ഒരു കാലചക്രം ഇരിക്കുന്നത്. അത് മാത്രമല്ല രാജശേഖര, നമ്മുടെ കയ്യിലിരിക്കുന്ന രണ്ടാമത്തെ കാലചക്രം എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതായിക്കൂടെ? എന്താ ഇത് മാധവി? ഇത് കാലചക്രം കൈക്കലാക്കാനുള്ള ഒരു അടവായിക്കൂടെ? ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്താൽ ഉള്ള സത്യം പുറത്തു വരും. താൻ ചെല്ല്. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യ. ശരി മാധവി. ഡോക്ടർ, ഡോക്ടർ, ഗംഗയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അവരുടെ കണ്ടീഷൻ കൂടുതൽ വേഴ്സായിക്കൊണ്ടിരിക്കുക. പൾസ് റേറ്റ് വല്ലാതെ കുറഞ്ഞു വരികയാണേ. ഇത്തരം ഒരു പാമ്പിന്റെ വിഷം ഞാൻ എൻ്റെ സർവീസ് കണ്ടിട്ടില്ല. വളരെ വേഗമാണ് അത് രക്തത്തിൽ പടരുന്നത്. മാത്രമല്ല മെഡിസിൻസ് ഒന്നും ഇഫക്റ്റീവ് ആവുന്നില്ല.
എന്നാലും ഞങ്ങൾ എല്ലാവരും മാക്സിമം റിക്കവറിക്ക് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. ഇനിയും താമസിച്ച ഗംഗയുടെ ജീവന ആപത്താ. നേരിട്ട് പോയി കാലചക്രം എടുത്തോണ്ട് വരാം. ബൈക്കവിടെ പോയി. അയ്യോ എന്റെ ബൈക്ക് കൊണ്ടുപോയി നിർത്തണോ? ആരെങ്കിലും ഒന്ന് പിടിക്കാനെ നിർത്ത്. ഹലോ കള്ളൻ. അരുൺ, ഒന്ന് നിന്നേ. ഇതാരും എന്താ ഇത്? കൂടുതലൊന്നും ചോദിക്കാതെ ഇതങ്ങ് വാങ്ങു. നീ കുറെ നാളായിട്ട് നീ ആഗ്രഹിക്കുന്ന ഒന്നാണ്. ദാ പിടിക്ക്. ഇപ്പോൾ ആരെല്ലാമാണോ നിന്നെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നത് അവരെയെല്ലാം സ്വരൂപത്തിലേക്ക് കൊണ്ടുവരൂ. പ്രസന്ന പ്രസന്ന സ്വരൂപ പ്രസന്ന. എന്താ ഭൈരവി, കാലചക്രത്തിന്റെ ശക്തി ഉപയോഗിച്ച് രൂപമാറ്റ വിദ്യയിലൂടെ നീ അരുണായി മാറുകയായിരുന്നല്ലോ. ആ കാലചക്രത്തിന്റെ ശക്തിപ്രഭയിലൂടെ തന്നെ നിന്നെ ഇപ്പൊ സ്വരൂപത്തിലേക്ക് മാറ്റിയിരിക്കുക. നീ ഇത്ര നാൾ എവിടെയാണെന്നറിയാതെ ഞാൻ അന്വേഷിച്ചു നടക്കുമായിരുന്നു. എന്നാൽ നീ ഇവിടെ ഈ കൊട്ടാരത്തിൽ തന്നെ കഴിഞ്ഞ് എന്നെ കബളിപ്പിക്കുമായിരുന്നല്ലേ? നീ കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനിയും എന്നോട് മത്സരിച്ച് നീ തോൽക്കാൻ നിൽക്കാതെ ആ കാലചക്രം എന്റെ കയ്യിൽ താ. നിന്റെ കയ്യിൽ ഇപ്പോഴുള്ള കാലചക്രം മര്യാദയ്ക്ക് എനിക്ക് തിരിച്ചു തന്നിട്ട് ഈ കൊട്ടാരം വിട്ടിറങ്ങിപ്പോ. എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ കാലചക്രം ഞാൻ പോലും അറിയാതെ വിദഗ്ധമായി നീ തട്ടിയെടുത്തില്ലേ മാധവി? ഞാനിപ്പോ എടുത്തുന്നാ പറയുന്നേ? എന്റെ മുമ്പിൽ നിന്ന് നാടകം കളിക്കാതെ ഉടനെ ആ കാലചക്രം എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു താ. കാലചക്രം എന്റെ കയ്യിലില്ലെന്ന് പറഞ്ഞില്ലേ? ഒരു കാലചക്രം എനിക്ക് തിരികെ കിട്ടാതെ ഞാൻ ഈ കൊട്ടാരം വിട്ട് പോവില്ല മാധവി. തരാനല്ലേ പറഞ്ഞു? നിന്റെ കയ്യിലുള്ള കാലചക്രം കൂടെ തിരികെ വാങ്ങാതെ നിന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല. ഒന്ന് നിർത്തുന്നുണ്ടോ? മാധവി, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം പിന്നെ തീർക്കാം. ഗംഗയുടെ ജീവൻ ആപത്തില. എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ഇവളെ ഇപ്പൊ വെറുതെ വിട്ടാ പിന്നെ ഇവളെ പിടിക്കാനാകില്ല രാജശേഖര.
അതിനുശേഷം ഇവളുടെ കയ്യിലുള്ള കാലചക്രം തിരികെ വാങ്ങാനോ ആകില്ല. എടീ, ഞാൻ പറഞ്ഞില്ലേ ഇക്കാലം അത്രയും ഞാൻ അഭ്യസിച്ച മാന്ത്രിക വിദ്യയാണ് സത്യം. ആ കാലചക്രം എന്റെ കയ്യിലില്ല. അതെന്റെ കയ്യിൽ നിന്ന് നീ അപഹരിച്ചിട്ടില്ലെങ്കിൽ ആ നന്ദിനി എടുത്തിരിക്കണം. എനിക്ക് പോലും മനസ്സിലാകാത്ത വിധത്തിൽ അവളതെന്നിൽ നിന്നും കൈക്കലാക്കിയിരിക്കേ. ഞാൻ ഇത്ര നാളും എങ്ങനെ അരുണായിരുന്നുവോ അതുപോലെ ആ നന്ദിനി തന്നെയാ ഗംഗയായി ഇവിടെ കഴിയുന്നത്. അവളെ നീ ഇങ്ങോട്ട് വിളിക്ക്. എന്നിട്ട് അവളുടെ കയ്യിലുള്ള ആ കാലചക്രം നമുക്ക് വാങ്ങിയെടുക്കാം. അത് ലഭിച്ചു കഴിയുമ്പോ അതാർക്കാണെന്നുള്ളത് നമുക്ക് തീരുമാനമാക്കാം. മാധവി, അവിടെ ഗംഗ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഈ നേരത്ത് അതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ നിങ്ങൾ ഇവിടെ വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണോ? നീ ഇപ്പൊ എന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടോ അതോ കാലചക്രമായിട്ട് ഞാൻ ഇവിടുന്ന് തനിച്ചു പോകണമെന്നാണോ? ഗംഗയേക്കാൾ വലുത് നമുക്കിപ്പോ കാലചക്രമാണോ? എനിക്ക് എന്റെ മക്കള് തന്നെയാണ് ഏറ്റവും വലുത് മാധവി. നീ ഇതിന്റെ ഗൗരവം അറിയാതെയാ സംസാരിക്കുന്നേ. ഗംഗ ഗർഭിണിയാണെന്ന് അരുൺ പറഞ്ഞേ. അവളുടെ വയറ്റിൽ ഈ കൊട്ടാരത്തിന്റെ അവകാശിയാ വളരുന്നേ. ഗംഗയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാവൂ. എന്റെ വരും തലമുറകൾക്ക് വേണ്ടി മാത്രമാ ഞാനിതൊക്കെ ചെയ്തു കൂട്ടിയേ. എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കും മാധവി. നീ ഇപ്പൊ എന്റെ കൂടെ ഒന്ന് വാ. എന്റെ കൂടെ വന്ന് ഗംഗയെ വേഗം രക്ഷിക്കാൻ നോക്ക്. ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. ശരി, വാ താൻ. പൂർണ്ണമായി നിന്നെ വിശ്വസിച്ചു എന്ന് കരുതണ്ട. നടക്കും മാധവി. നിങ്ങളിപ്പോ ഗംഗയെ രക്ഷിക്കാനല്ല പോകുന്നത്. നന്ദിനി നിങ്ങളെ കാത്തിരിപ്പുണ്ട്. മരണത്തിലേക്കാ നിങ്ങളുടെ പോക്ക്.